L2E എമ്പുരാൻ. ഇത്രയും നാളത്തെ കാത്തിരിപ്പ്, ഒരുപാട് വെയിറ്റിംഗ്, ഇഷ്ടംപോലെ ഇന്റർവ്യൂസ്, ഭീകര പ്രൊമോഷൻസ്, ചെറിയ സിനിമയാണെന്ന് പറയുന്നത്, എന്നിട്ട് എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലുള്ള അത്രയും ലെവലിലേക്കുള്ളൊരു ഹൈപ്പ് ബിൽഡാവുന്നു. ബുക്ക് മൈ ഷോയിലെ റെക്കോർഡ്സ്, ഉള്ള റെക്കോർഡ്സ് എല്ലാം തകർക്കുന്നു. അങ്ങനെ ഒടുവിൽ സിനിമ റിലീസ് ചെയ്തിരിക്കുകയാണ്. കണ്ടിട്ട് വന്നിരിക്കുകയാണ് രാവിലത്തെ 6 മണിയുടെ ഷോ. 3 മണിക്കൂർ പടം. ഈ റീസെന്റ് സിനിമകളിൽ കിട്ടാത്തൊരു ബിഗ്ഗസ്റ്റ് പോസിറ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഹൈ മൊമെന്റ്സ് ഉണ്ട് ഈ പടത്തിനകത്ത്. ഒരുപാട് ഹൈ മൊമെന്റ്സ്. കാരണം ഒച്ച കൊണ്ട് ചെവി കേൾക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു തിയേറ്ററിനകത്ത്. അത്രയും ഹൈ മൊമെന്റ്സ് എന്ന് വെച്ചാൽ റിയലി നമ്മളിപ്പം ഒരു KGF കാണുകയാണെങ്കിൽ നമുക്ക് പടം എൻറ്റയർ ആയിട്ട് നമുക്ക് ആ ഒരു ഹൈ മൊമെന്റ് അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ആ ഹൈ കിട്ടിക്കൊണ്ടിരിക്കും. അതുപോലെ ബാലൻസ് ചെയ്തിട്ട് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ആ ഒരു ഹൈ മൊമെന്റ് തരുന്ന രീതിയിൽ ഒരുപാട് സാധനങ്ങൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ലൊക്കേഷൻസ്. ഇപ്പം നമ്മളൊരു ലൊക്കേഷനിൽ പോകണം, ഞാൻ ആലോചിക്കും, ഈ സീൻ കണ്ടപ്പോൾ ഞാൻ ആലോചിച്ചത്, ലൈക്ക് സ്പോയിലർ അല്ല, ബട്ട് സ്റ്റിൽ ഞാൻ പറയുകയാണ്, നമ്മൾ ഒരു ലൊക്കേഷനിൽ പോയി നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ അറൗണ്ട് ഒരു 4 to 5 minutes എങ്കിലും ലാസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള സീനോടെ ഷൂട്ട് ചെയ്യണം. ഇതൊരു 10 to 20 seconds വേണ്ടിയിട്ട് ഇത്രയും വലിയ ലൊക്കേഷൻസ് അതിന് ഷൂട്ട് ചെയ്തിരിക്കുക, ആ എഫേർട്ട് അത് കാണുമ്പോൾ ലൈക്ക് ഡാം ഗുഡ്. ഈ പടത്തിനകത്ത് കാണിച്ചേക്കുന്ന ഗൺ ഷോട്ട്സും ആ ഒരു ആക്ഷൻ സീക്വൻസുകൾ അത് ശരിക്കും നല്ല സീരിയസ് ആയിട്ട് തന്നെ ഒരു ഹോളിവുഡ് പടത്തിൻ്റെ റേഞ്ച് എത്തിച്ച് നമ്മളൊരു മലയാള സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണോ എന്ന് തന്നെ നമുക്ക് തോന്നിക്കുന്ന രീതിയിൽ അത്രയും ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരുപാട് സീൻസ് ഉണ്ട് പടത്തിനകത്ത്. അതൊരു ബിഗ് പ്ലസ് ആയിട്ട് തോന്നി. അതുപോലെ തന്നെ സീരിയസ് ആയിട്ട് ഇതിനെപ്പറ്റി പൊളിറ്റിക്സ് ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഈ സിനിമയ്ക്കകത്ത്. അത് നല്ലൊരു ഇത് തന്നെയായിരുന്നു. ഫസ്റ്റ് ഒരു 20 minutes തന്നെ നല്ലൊരു ഇമോഷണൽ കണക്ട് ഈ സിനിമയ്ക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അത് തന്നെ ഭയങ്കര ഒരു സംഭവം. ഇനി ഈ സിനിമയിലെ കുറച്ച് സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഞാൻ പറയുന്നുണ്ട്. ഈ സിനിമയിൽ ഫസ്റ്റ് 20 minutes ഉണ്ടാക്കിയെടുത്ത ഇമോഷണൽ കണക്ട് തന്നെയാണ് എൻ്റെ പ്രശ്നം. കാരണം ആ ഒരു ഇമോഷണൽ കണക്ട് ഉണ്ടാക്കിയപ്പം ത്രൂ ഔട്ട് അത് നമ്മൾ എക്സ്പെക്ട് ചെയ്ത് ടുവേർഡ്സ് ദ എൻഡ് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിലോട്ട് വരുന്ന സമയത്ത് ഈ ഇമോഷണൽ കണക്ട് സഡനായിട്ടൊന്ന് ബ്രേക്ക് ആയതുപോലെ അതൊരു സീരിയസ് ആയിട്ടുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ ഒരു പ്ലേസ് ചെയ്തേക്കുന്ന ഒരു സോങ്, ഒരു സിന്താന്നുണ്ട്, ഒരു ലിറ്ററലി ഒരു ഹിന്ദി പടത്തിലെ പാട്ട് പോലെ. നമുക്ക് ഇപ്പം എന്തുകൊണ്ടാണ് ഈ ലൂസിഫർ സിനിമ വർക്കായതെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്ന ഈ സിനിമ വർക്കായത് തന്നെ ലൈക്ക് ഒരു സ്റ്റീഫൻ നെടുമ്പള്ളി എന്നുള്ളൊരു ക്യാരക്ടർ നമ്മുടെ നാട്ടിൽ ഉള്ളൊരു സാധാരണ ലൈക്ക് രാഷ്ട്രീയക്കാരൻ, അതല്ലാതെ പുള്ളിക്കുള്ള ഒരു ബാക്ക് സ്റ്റോറി, ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ഡോൺ, ആരുടെയും ഒരു ഫോട്ടോ പോലും ഒന്നും ഡീറ്റെയിൽ ഇല്ലാത്ത അത്രയും വലിയ ഗാങ്സ്റ്ററാണ് പുള്ളി. അങ്ങനത്തെ ഒരു സംഭവം തന്നെയാണ്. പക്ഷേ ഈ സെക്കൻഡ് ഹാഫിനകത്ത് ഈ സാധനം ബ്രേക്ക് ചെയ്തിട്ട് ഇടയിൽ രണ്ടുപേരും കൂടി ഒരു സോങ്, ആ ഒരു ഫൈറ്റ് സീക്വൻസും അത് പടത്തിന് നല്ല രീതിയിൽ ഡിസ്റ്റർബ് ചെയ്തു. ആ ഇമോഷണൽ സാധനം ഭയങ്കരമായിട്ട് ഡിസ്കണക്റ്റ് ആയി എന്ന് തന്നെയാണ് ഞാൻ ഫീൽ ചെയ്യുന്നത്. കാരണം ഒരു ഹിന്ദി പടം കാണുന്ന ഫീലായിരുന്നു. മേ ബി ഒരുപാട് ലാംഗ്വേജസിൽ പടം റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പല ഓഡിയൻസിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി ചെയ്തതായിരിക്കാം മേ ബി, ബട്ട് എനിക്ക് അത് വർക്കായില്ല പേഴ്സണലി. പിന്നെ അതുപോലെ തന്നെ ഈ ഇമോഷണൽ കണക്റ്റ് പോയ സമയത്ത് തന്നെ പല കാര്യങ്ങളും നമുക്ക് ആ ഒരു ഈവൻ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ ഓരോരോ എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള ഡയലോഗുകളാണെങ്കിലും ശരി, ടുവേർഡ്സ് ദി എൻഡ് ഒരു ലൈക്ക് നമ്മളൊരു പീക്ക് ഹൈയിൽ കൊണ്ടുപോയി. കാരണം ഫസ്റ്റ് ഹാഫ് ഒരു 30 minutes ഒരു പടപടാന്നൊരു മാലപ്പടക്കം പോലെ പോയിട്ട് എൻഡിലെത്തുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഇമോഷണൽ കണക്റ്റ് വിട്ട് വന്ന് അതുപോലെ തന്നെ ഒരു പീക്ക് ഹൈയിലേക്ക് കൊണ്ടുപോയി ലാൻഡ് ചെയ്യാത്ത പോലെ തോന്നി. ഈവൻ ചെറിയ ചെറിയ സർപ്രൈസസ് ഉണ്ട്, ബട്ട് നമ്മൾ അത്രയും സാറ്റിസ്ഫൈ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേഴ്സണലി എനിക്ക് സാറ്റിസ്ഫൈ ചെയ്തില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം ആ ഒരു ഹൈ എനിക്ക് കിട്ടിയില്ല. തിയേറ്ററിലും അങ്ങനെ തന്നെയായിരുന്നു. ആദ്യത്തെ മൊമെൻറ്റ്സിലുണ്ടായ ബഹളവും ഒച്ചയും ഒന്നും എൻഡിലേക്ക് കണ്ടില്ല സീരിയസ് ആയിട്ട്. ബട്ട് ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മസ്റ്റ് വാച്ചാണ്. തിയേറ്ററിൽ തന്നെ കണ്ടാലേ ആ ഒരു ഇമ്പാക്റ്റ് നമുക്ക് കിട്ടുള്ളൂ. ബട്ട് ഒരുപാട് ഹൈപ്പിലും പോകണ്ട എന്ന് തന്നെ ഞാനും പറയുള്ളൂ. കാരണം ഇത്രയും ഹൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. ഹൈ കിട്ടിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഹൈ മൊമെന്റ്സ് ഉണ്ട്, ബട്ട് ടുവേർഡ്സ് ദ എൻഡ് വരുന്ന സമയത്ത് അത് ബാലൻസ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുമില്ല. അങ്ങനത്തെ ഒരു ഫീലായിരുന്നു. പിന്നെ തോന്നിയൊരു നെഗറ്റീവായിട്ട് ഒരു കാര്യം തോന്നിയെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫിൽ ഉണ്ടാക്കിയ ഒരു വില്ലൻ്റെ ഒരു ഫേസ് ഉണ്ട്, നമുക്ക് ആ ഇമ്പാക്റ്റ് ഉണ്ട്. അത് നമ്മൾ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്ക് വില്ലനാണെന്ന് മറന്നുപോയൊരു അവസ്ഥയാണ്. ലൈക്ക് പുള്ളിയുടെ ഭാഗത്തുനിന്ന് ഒരു ആക്ഷനും ഇല്ല. ഫസ്റ്റ് ഒരു ഭീകര ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിരുന്നു, ഓക്കെ, ബട്ട് സെക്കൻഡ് ഹാഫിൽ വരുമ്പോൾ ഒരു വില്ലൻ്റെ സൈഡിൽ നിന്ന് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ക്യാരക്ടറിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ഇതും ഇല്ലാതിരിക്കുമ്പോൾ നമ്മൾ സ്ട്രേറ്റ് ഫോർവേഡായിട്ട് കഥ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഭയങ്കര പ്രെഡിക്റ്റബിൾ ആവുകയാണ്. ആദ്യം ഒട്ടും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ഇതിലൂടെ പോയിക്കൊണ്ടിരുന്നിട്ട് പിന്നെ സെക്കൻഡ് ഹാഫ് മൊത്തം നമുക്ക് എങ്ങനെ സംഭവിക്കാമെന്നറിയാം, അത് ഭയങ്കര ഒരു ലാഘവത്തോടെ അങ്ങനെ നടക്കുന്നൊരു സീനായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൻ്റെ കാര്യം പറയണം. ഫസ്റ്റ് ഹാഫിലും ഭയങ്കര ഡിഫറൻസ് അറിയുന്നുണ്ട്. ലൈക്ക് ഫസ്റ്റ് ഹാഫിൽ പീക്കിൽ നിൽക്കുന്ന സാധനം ഒരു സെക്കൻഡ് ഹാഫ് വരുമ്പോഴത്തേക്കും ഒരു സർപ്രൈസ് മൊമെൻറ്റ്സ് ഒരുപാടുണ്ട്, ബട്ട് BGM ആയിട്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിട്ട് അതിന് ലിഫ്റ്റപ്പ് എലവേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അതൊന്നും കേൾക്കാൻ പോലും ഇല്ലാത്തൊരവസ്ഥയായിരുന്നു സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ. ബട്ട് ഇതേ സംഭവം തന്നെയാണ് നമുക്ക് ജയിലറിനകത്ത് കിട്ടിയത്. പക്ഷേ
സിനിമ തിയേറ്ററിൽ വർക്കായി. അതുപോലെ തന്നെ ഈ പടവും തിയേറ്ററിൽ വർക്കാവും. ഇത് എന്ത് തന്നെ എന്നാലും ഒരു ബ്ലോക്ക് ബസ്റ്ററാണ്. ഒരുപാട് ബഡ്ജറ്റ് ഉള്ളത് കൊണ്ടോ, ഒരുപാട് ഹൈ മൊമെൻറ്റ്സ് ഉള്ളത് കൊണ്ടോ, അല്ലെങ്കിൽ എന്താ പറയുക, ഒരുപാട് സ്റ്റാറുകൾ അഭിനയിച്ചത് കൊണ്ടോ, ഒരുപാട് ഹൈ മൊമെൻറ്റ്സ് ഉള്ളത് കൊണ്ടോ സിനിമ നന്നാവണമെന്നില്ല. ഒരു കംപ്ലീറ്റ് ആയിട്ട് നമ്മളൊരു ഫിലിമായിട്ട് അതിനെ കൺസിഡർ ചെയ്യുമ്പോൾ അത് നമ്മളെ ഒരു കംപ്ലീറ്റ്നെസ് നമുക്ക് ഫീൽ ചെയ്തോ, നമ്മൾ ആ സിനിമ കഴിഞ്ഞിറങ്ങുന്ന സമയത്ത് നമ്മളെ തൃപ്തിപ്പെടുത്തിയോ, എൻ്റർടൈൻ ചെയ്യിപ്പിച്ചോ എന്നുള്ളതാണ് കാര്യം. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എമ്പുരാൻ തിയേറ്ററിൽ കാണേണ്ട സിനിമ തന്നെയാണ്. ബട്ട് കംപ്ലീറ്റ് ആയിട്ട് സാറ്റിസ്ഫൈ ചെയ്തോന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ എം ബിറ്റ് ഡിസപ്പോയിൻറ്റഡ്. ബിക്കോസ് പറഞ്ഞ ഹൈപ്പിനുള്ള സാധനം ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവസാനം വരെ കൊണ്ടുവരാൻ പറ്റിയില്ല എന്ന് തന്നെ പറയണം. ബട്ട് OTT വരുന്നവരെ വെയിറ്റ് ചെയ്തിട്ട് OTT ഇരുന്ന് കാണാം എന്നല്ല പറയുന്നത്. അല്ലെങ്കിൽ തിയേറ്ററിൽ നിന്ന് തന്നെ കാണേണ്ട ഒരു സിനിമയാണ്. ഭയങ്കര ഒരു ഹൈ തുടക്കത്തിൽ കിട്ടിയിട്ട് ഒരു ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ക്ലൈമാക്സ് എന്നാണ് എനിക്ക് തോന്നിയത്. ടുവേർഡ്സ് ദി എൻഡ് എത്തിയപ്പം അതിൻ്റെ ഒരു ഇമോഷണൽ കണക്റ്റ് വിട്ട് വന്നു എന്നാണ് എനിക്ക് തോന്നിയത്. കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിനകത്ത് കമൻറ്റ് ചെയ്യുക. പിന്നെ ഒരു വീഡിയോ എടുക്കാം.